ആ പുതിയ കമ്മിറ്റിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ അത് അന്നത്തെ പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കന്മാരൊക്കെയായും അഹമ്മദ് സാഹിബൊക്കെ ആയിട്ടൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാകണം. ഏതായാലും എന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് ആ കമ്മിറ്റിയിൽ തങ്ങൾ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായി 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2007 എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ്. ഒരു വൺ ലൈൻ ട്രാൻസ്ഫർ ഓർഡർ. അബ്ദുൽ കരീം ചൈലേരി ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് സ്പെഷ്യൽ ഓഫീസർ ഇൻ ടെക്സ്ഫെഡ്. മറ്റൊരു ഓർഡർ. തിരുവനന്തപുരത്തുള്ള ടെക്സ്ഫെഡ് ഓഫീസിൽ പോയപ്പോഴാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫീസുണ്ട്, പക്ഷേ ഓഫീസുണ്ട്, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മുസ്ലിം ലീഗിന് ആകെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളാണ് 212. അത് 250 ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി മിഷൻ 250 എന്ന പേരിലാണ് ഞങ്ങളത് അനൗൺസ് ചെയ്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ടാർഗറ്റ് കൂടി കടന്നിട്ട് 262 ജനപ്രതിനിധികളെ ജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള വിജയം. പ്രതീക്ഷകൾക്കപ്പുറം. പ്രിയപ്പെട്ടവരെ, നല്ല വർത്തമാനങ്ങളുടെ നേരം സാഗർ ടോക്സിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. സ്വാഗതം. നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ രീതി എല്ലാവരുടെയും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. താങ്കളുടെയും ആ പഴയകാല ജീവിതം ഓർത്തെടുത്തുകൊണ്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കരീം ഖാൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരികയും എന്നാൽ അസാധാരണമായിട്ടുള്ള സംഘടനാ വൈഭവവും അതുപോലെ തന്നെ പഠനകാലം, പ്രത്യേകിച്ചും താങ്കളുടെ പ്രൊഫൈലിൽ പ്രധാനമായിട്ടും LLB കഴിഞ്ഞിട്ടുണ്ട്, BCom ബിരുദധാരിയാണ്, ജേർണലിസം ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, ITI ഉണ്ട്. അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ എങ്ങനെയാണ് ഈ പഠനകാലമൊക്കെ ചെലവഴിച്ചത്, അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പഠനകാലം എന്ന് പറയുന്നത് SSLC നല്ല മാർക്കോടുകൂടി വിജയിച്ചു. SSLCക്ക് ശേഷം എല്ലാ പ്രാരാബ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കുടുംബം സ്വാഭാവികമായും മക്കൾക്ക് എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള ജോലി ലഭിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉണ്ടാകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ SSLC കഴിഞ്ഞ തന്നെ ഉപരിപഠനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യാലയത്തിൽ ചേർത്ത് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ച് വിദേശത്ത് അയച്ച് ഒരു ജോലി തരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അന്നത്തെ കാലത്ത് നല്ല മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്ക് കോളേജിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കോളേജുകളിൽ അപേക്ഷ കൊടുത്തു. അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള രൂപത്തിൽ പോളിടെക്നിക്കൽ അപേക്ഷ കൊടുത്തു. ഗവൺമെൻറ് ITIയിൽ അപേക്ഷ കൊടുത്തു. 3 സ്ഥലത്തു നിന്ന് ഇൻ്റർവ്യൂവിന് ചാൻസ് കാർഡുകളൊക്കെ ലഭിച്ചു. പക്ഷേ ആദ്യം കിട്ടിയത് കോളേജിലായിരുന്നു. കോളേജിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തപ്പോഴാണ് കോളേജ് ജീവിതമല്ല ഇവന് പറ്റിയത് എന്ന് വീട്ടുകാർ തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് അഡ്മിഷൻ എടുത്ത തന്നെ എൻ്റെ താല്പര്യം പരിഗണിക്കാതെ നിർബന്ധപൂർവ്വം TC വാങ്ങിച്ച് ITIയിൽ കൊണ്ടുപോയി ചേർത്തു എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ പോളിടെക്നിക്കലും എനിക്ക് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടെക്സ്റ്റൈലും നൂലും അത്തരം കാര്യങ്ങളും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്നാമത് തന്നെ ഞാനത് അവഗണിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കോളേജിൽ ചേർന്നപ്പോൾ ഏത് വർഷമായിരുന്നു SSLC? 1979 ഞാൻ SSLC കഴിഞ്ഞത്. SSLC 79 കഴിഞ്ഞു. തുടർന്ന് 2 വർഷം ITIയിൽ, അത് 81 പാസ്സാകുന്നു. കണ്ണൂർ. അങ്ങനെ ITIയിൽ അതും നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം അതല്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജോലിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 വർഷം വെറുതെ ഉപ്പാക്ക് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയിൽ ഞാൻ മറ്റു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ആ സമയത്ത് സഹോദരങ്ങളൊക്കെ എങ്ങനെ? എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനാണുള്ളത്. പിന്നെ 4
സഹോദരിമാർ. സഹോദരിമാരാണ്. ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നു. എൻ്റെ ആദ്യ പഠന കാലയളവിലൊക്കെ അദ്ദേഹം നാട്ടിൽ തന്നെ ഒരു അവരെയൊക്കെ മത്സ്യക്കച്ചവടക്കാരനാണ്. പഠിപ്പിച്ചിരുന്നോ ഫാദർ? അവരൊന്നും അങ്ങനെ പഠനം നടത്തിയ ആളുകളല്ല. ഉം, ഉം. പെൺകുട്ടികളാവട്ടെ, ജ്യേഷ്ഠനാവട്ടെ. അത് വീട്ടിൽ നന്നായി പഠിക്കാൻ അവസരം കിട്ടിയത് അങ്ങേക്കാണ്. എനിക്കാണ്. മാത്രമല്ല കുടുംബത്തിൻ്റെ പ്രാരാബ്ദം അതിനൊന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവരെയൊക്കെ ആ വിധത്തിൽ പഠിപ്പിക്കാൻ. പാപ്പാക്കൊരു കട മാത്രം ഉണ്ടായിരുന്നു. പാപ്പാക്ക് ചെറിയൊരു കടയുണ്ടായിരുന്നു. ആ കടയിലിരിക്കും. പലചരക്ക് കട. പലചരക്ക് കട. ആ കടയിലിരിക്കും. അവിടുന്ന് അന്നത്തെ കാലത്ത് തന്നെ ചെറിയ തോതിലുള്ള സംഘടനാ പ്രവർത്തനം, പിന്നെ ഈ കലാഭിരുചിയും സാഹിത്യാഭിരുചിയും ഉള്ളതുകൊണ്ട് വെറുതെ നോവല്, ചെറുകഥകൾ, അങ്ങനെയൊക്കെ ചെറുകഥകളൊക്കെ. ഞാൻ പിന്നെ കെ പി കുഞ്ഞുമൂസയുടെ ഒരു പുസ്തകത്തിൽ കണ്ടിരുന്നു. അതെ. അതായത് അങ്ങ് രാഷ്ട്രീയത്തിലും ഇതിലൊന്നും വന്നിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വലിയ കഥാകൃത്തായി മാറുമായിരുന്നു അതെ. എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെ. ആനുകാലികങ്ങൾക്ക് കഥ എഴുതുമായിരുന്നു. ആ. അതൊക്കെ പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉം. അതുപോലെ മംഗളം പോലുള്ള വാരികകളിലൊക്കെ ചില പംക്തികളിലൊക്കെ ശരി. എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലം അങ്ങനെ MSFും ഇത്തരം കലാഭിരുചിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. MSFിൻ്റെ കീഴിൽ ഉം. അമ്പിളി എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു, കയ്യെഴുത്ത് മാസിക. ഉം. അതിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു. ഉം, ഉം. അപ്പോൾ അങ്ങനെ കാലം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല എൻ്റെ ഒരു ഫീൽഡ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഉം. ഞാൻ സ്വന്തമായിട്ട് പ്രീ ഡിഗ്രിക്ക് കണ്ണൂരിൽ ഒരു സായാഹ്ന കോളേജ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചേരുകയാണ് ഉണ്ടായത്. ആ സമയത്ത് കണ്ണൂരിലെ തന്നെ ഒരു ഷോപ്പിൽ ഞാൻ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് പാസ്സായത്. ഉം. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അവിടെ താൽക്കാലികമായി ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഈ RPS കോളേജിൽ, കണ്ണൂർ തളാപ്പിലുള്ള RPS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. എൻ്റെ സ്വയം പ്രയത്നത്തിൽ. വീട്ടുകാരും അറിയില്ല സത്യത്തിൽ. അത് ശരി. അങ്ങനെ അവിടുന്ന് പ്രീ ഡിഗ്രി പാസ്സായി. പ്രീ ഡിഗ്രി പാസ്സായതിന് ശേഷമാണ് ഞാൻ സർ സെയ്ദ് കോളേജിൽ 1ാം വർഷ ബികോമിന് ചേരുന്നത്. ഉം, ഉം. ഈ 1ാം വർഷ ബികോമിന് ചേരുന്നതിനിടയിൽ തന്നെ PSC പരീക്ഷകൾക്കൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ PSC പരീക്ഷ എഴുതി അതിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അതായത് ഫസ്റ്റ് ഇയർ തന്നെ റാങ്ക് ലിസ്റ്റിലെത്തി. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഞാൻ ശരി. ആ. 86ലാണ് ഡിഗ്രിക്ക് ചേർന്നത്. ഉം, ഉം. 87 ആകുമ്പോൾ ഈ PSC സെലക്ഷൻ കിട്ടി. അപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കോളേജ് പഠനം ഒരു ഭാഗത്ത്, സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു, എന്ത് ചെയ്യണം എന്നിങ്ങനെ വലിയ അതോടുകൂടി കോളേജിൽ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചു. ഉം. ജോലിക്ക് ചേരാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പഠനം തുടരണം. ഉം. അതിനുള്ളൊരു മാർഗ്ഗം എന്താണ് എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലോങ് ലീവിന് അപേക്ഷ കൊടുക്കാൻ, ഉം. ഹയർ സ്റ്റഡീസിന് ഉം. അപേക്ഷ കൊടുക്കാൻ വേണ്ടി സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നത്. ഉം. അന്ന് EM സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയും K കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ സാഹിബിനെ സമീപിച്ചിട്ട് എനിക്കിങ്ങനെ പഠനം തുടരണം, അതുകൊണ്ട് ജോലി കിട്ടിയിട്ടുണ്ട്, ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനൊരു സൗകര്യം ചെയ്തു തരണം എന്നുള്ള രൂപത്തിൽ സാഹിബിനോട് പറഞ്ഞപ്പോൾ ഒരു അപേക്ഷ തയ്യാറാക്കി തിരുവനന്തപുരത്ത് പോയി അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയി സംസാരിച്ചു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് KSRൽ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ലോങ് ലീവ് അനുവദിക്കുന്നതിന് പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ഉം, ഉം. പക്ഷേ ഒരു പ്രത്യേക പരിഗണന നൽകി പഠനാവശ്യാർത്ഥം എന്നുള്ള തലത്തിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ തന്നെ ലോങ് ലീവ് തരികയുണ്ടായത് സർക്കാർ. ജോയിൻ ചെയ്തതിന് ശേഷം ലോങ് ലീവ് എടുത്തു. ജോയിൻ ചെയ്തതിന് ശേഷം ലോങ് ലീവ് എടുത്തു. ഏകദേശം 1987 പിന്നീട് ഡിഗ്രി പഠനം പൂർത്തീകരിച്ചു. ആ സമയത്താണ് UUC ആവുന്നത്. അതെ. 86 മുതൽ 89 വരെ സർ സെയ്ദ് കോളേജിലുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിക്കുന്നത് ആ സമയത്ത് തന്നെയാണ്. സർ സെയ്ദ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുന്നത്. ഞാൻ സർ സെയ്ദ് കോളേജിൽ ഇന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. അതുപോലെ തന്നെ SFIയെ പ്രതിനിധീകരിച്ച് AP അബ്ദുള്ളക്കുട്ടി, ഉം. അദ്ദേഹം കണ്ണൂർ SN കോളേജിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. ആ തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടിയായിരുന്നു എൻ്റെ ഒപ്പണൻറ്റ്. യെസ്. എനിക്ക് തോന്നുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജിലുള്ള സബിതൻ എന്ന് പറയുന്ന ഒരു KSU നേതാവുണ്ടായിരുന്നു. അദ്ദേഹം KSU ലീഡർ ആരായിരുന്നു? അന്നത്തെ KSU പ്രസിഡന്റ് KC ആ, വേണുഗോപാലായിരുന്നു. ആ. KC വേണുഗോപാൽ പ്രസിഡൻ്റായിട്ടുള്ള KSU. എനിക്ക് തോന്നുന്നത് വല്ലാഞ്ചിറ മുഹമ്മദ് അലി പ്രസിഡൻറ്റും അഹമ്മദ് പുന്നക്കൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയുടെ കാലയളവിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. ഉം, ഉം, ഉം. ആ തെരഞ്ഞെടുപ്പിൽ MSF KSU മുന്നണി പരാജയപ്പെട്ടു, SFI ഉം. വിജയിച്ചു. ഉം. അതാണ് ആ കാലയളവിലെ കോളേജ് പഠനത്തെ
കോളേജിന് ശേഷം കോഴിക്കോട്ടേക്ക് വന്നു. അതെ. അതിൽ പിന്നെ അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണോ കോഴിക്കോട് വരുന്നത്? അതെ. അതായത് 86-ൽ ഞാൻ കോളേജ് പഠനം തുടർന്ന് 87-ൽ ജോലി കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്തു. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് എടുത്തു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഞാൻ ജോലിക്ക് റീജോയിൻ ചെയ്തു. ഉം. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഒരു വക്കീലാകുക എന്നുള്ളതായിരുന്നു ഒരു മോഹം. അപ്പോൾ അതിനുള്ള എന്താണ് സാധ്യത? പഠനം തുടരണം, ജോലിയും തുടരണം. എന്താണ് മാർഗ്ഗം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേരളത്തിൽ കുറേ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കപ്പെട്ടത്. ആ. പുതിയ മുനിസിപ്പാലിറ്റികൾ. പയ്യന്നൂർ, എനിക്ക് തോന്നുന്നു തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കപ്പെട്ടത് ആ വർഷം. അപ്പോൾ സ്വാഭാവികം അന്നത്തെ പഞ്ചായത്തിലെ ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങളോട് മുനിസിപ്പാലിറ്റി സർവീസിലേക്ക് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് സർക്കാർ ചോദിക്കുകയാണ്. ഉം, ഉം. അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ അത് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ മാത്രമേ ആ ജില്ലക്കകത്ത് മാത്രമേ പറ്റുള്ളൂ. ഉം, ഉം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകാം. ആ. അപ്പം അന്ന് കേരളത്തിൽ 3 ലോ കോളേജുകളെ അറിയപ്പെടുന്ന കോളേജുകളുണ്ടായിരുന്നുള്ളൂ. ഒന്ന് കാലിക്കറ്റ് ലോ കോളേജ്, തിരുവനന്തപുരത്ത്, എറണാകുളത്ത്. യെസ്. അപ്പോൾ ഈവനിങ് ക്ലാസ്സിന് ചേരുക, LLBക്ക് പഠിക്കുക എന്നുള്ളൊരു മോഹം വന്നപ്പം ഇതാണ് കിട്ടിയ അവസരം എന്ന് കരുതിയിട്ട് നേരെ കോഴിക്കോട്ടേക്ക്. ഓപ്ഷൻ കൊടുത്തു മുനിസിപ്പൽ സർവീസിലേക്ക്. അങ്ങനെ എന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഉം, ഉം. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ എത്തിയ ഉടനെ LLBക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ തയ്യാറാക്കി പ്രോപ്പർ ചാനലിൽ കൊടുക്കണം. ഉം. മാത്രമല്ല ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം ഓ, ശരി. ആ. ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതിനുള്ളൊരു അപേക്ഷ തയ്യാറാക്കി നേരെ തിരുവനന്തപുരത്ത് പോയി അന്നത്തെ മുനിസിപ്പൽ ഡയറക്ടർ എനിക്ക് തോന്നുന്നു CC കേശവൻ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്കിങ്ങനെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ട്രാൻസ്ഫർ തരണമെന്ന് പറയുകയും അദ്ദേഹം അതിൻ്റെ ജെന്യൂനിറ്റി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ എനിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫറും നൽകുകയാണുണ്ടായത്. അങ്ങനെയാണ് കാലിക്കറ്റ് വരുന്നത്. കാലിക്കറ്റ് ലോ കോളേജിൽ LLBക്ക് കോർപ്പറേഷനിലെ ജോലി, വൈകുന്നേരം പിന്നെ സായാഹ്നം. അഭിഭാഷകനായിട്ടുള്ള പഠിത്തം, അതെ. MSSലെ താമസം. MSS ഹോസ്റ്റൽ താമസം ചെറുട്ട് റോഡിൽ. അന്നത്തെ സതീർത്ഥ്യരൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? അന്ന് MSFൻ്റെ TPV കാസിം പ്രസിഡൻറ്റ്, TV ഇബ്രാഹിം ജനറൽ സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി, TT ഇസ്മായിലി എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡൻറ്റ്. അങ്ങനെയുള്ള ഒരു ടീമാണ്. MSS ഹോസ്റ്റലിൽ പഠിക്കും. ഈ പിന്നെ വൈകുന്നേരങ്ങളിൽ ലീഗ് ഹൗസൊക്കെ ആയിട്ട് ഇങ്ങനെ സംഘടനാ പ്രവർത്തനം ഒരു ഭാഗത്ത്, കോഴ്സ് കഴിഞ്ഞ് വന്നാൽ വീക്കെൻഡിലൊക്കെ ഈ ഏരിയകളിലൊക്കെ പ്രസംഗിച്ചിട്ട് ലീഗ് പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കും. കുറ്റിച്ചിറ, അങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പ്രസംഗിക്കും. പൊതുപ്രവർത്തനത്തിൽ സജീവമാകാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്. തീർച്ചയായും MSFൻ്റെ കാലയളവിലാണ് കുറേ ആളുകളെ അറിയാനും അവരുമായിട്ട് ഇടപഴകാനൊക്കെ സാധിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ MSFൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്നത്തെ കമ്മിറ്റി വളരെ ശക്തമായി പ്രവർത്തിക്കുകയും വലിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ഞങ്ങളൊക്കെ നിരന്തരമായി സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുകയും ചെയ്തതാണ്. ആ ഒരു നല്ലൊരു ടീമാണ്. എൻ്റെ MSF ജീവിതകാലത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ പുതിയ തലമുറക്ക് കുറച്ചുകൂടെ അന്നത്തെ കാലത്തെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതായത് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം. തീർച്ചയായിട്ടും. അന്ന് MSFൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും സംസ്ഥാന ട്രഷററായിട്ടും അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. ശരി. അപ്പോൾ അന്നത്തെ പ്രവർത്തനങ്ങളുടെ ഒരു രീതി, അതല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ? അത് ഈ TPV കാസിമിൻ്റെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്യുക, സഹപ്രവർത്തകരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള ഒരു രീതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയും അതുപോലെ തന്നെ മറ്റ് എല്ലായിടങ്ങളിലും ബസ് സൗകര്യം പോലും യഥാവിധി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഊണും ഉറക്കവും ഞങ്ങൾക്കതൊരു മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രധാനമായിരുന്നില്ല. സംഘടനയാണ്. സംഘടനയുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടാലും അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും. ആ പ്രവർത്തനം ഒരു ലഹരിയായി മാറി. തീർച്ചയായും MSF തന്നെയാണ് ജീവിതകാലത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു അനുഭവം, ലഹരിയും. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഇടപഴകാൻ ഞങ്ങൾക്കൊരു ഊർജ്ജം ലഭിക്കുന്നത്. പ്രസംഗത്തിലൊക്കെ കൂടുതൽ അവസരങ്ങൾ ആ സമയത്തായിരിക്കും കിട്ടുന്നത്. തീർച്ചയായും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതെ. MSFൻ്റെ വേദികളിലും യൂത്ത് ലീഗ് വേദികളിലൊക്കെ അന്ന്
സംസ്ഥാനത്തുടനീളം പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും. ഈ ജോലിയിൽ സജീവമാകുന്ന ഒരു ഘട്ടം, പ്രത്യേകിച്ചും പിന്നെ സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പിന്നീടുള്ള, അതായത് ഈ LLB നേടിയതിന് ശേഷം, അതല്ലെങ്കിൽ ഈ കോർപ്പറേഷന് ശേഷമുള്ള അങ്ങയുടെ ഔദ്യോഗിക ജീവിതവും പൊതുജീവിതവും ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ഞാൻ LLB പഠനത്തിന് വേണ്ടിയിട്ട് 89 ഡിഗ്രി കഴിഞ്ഞു 90 LLBക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തുന്നതും കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ ഈവനിങ് ക്ലാസ്സിൽ ചേരുന്നതും. LLB കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അടുത്ത എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതായി ഒരു ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് UDF സർക്കാരാണ്. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് 1995 കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കുന്നത്. ആ കൂട്ടത്തിൽ പല MSS അധീർത്യരായിട്ടുള്ള പല ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കണ്ണൂർ സ്പിന്നിങ് മില്ലിലെ ലേബർ വെൽഫെയർ ഓഫീസറായിട്ട് എനിക്ക് നിയമനം കിട്ടുകയാണ്. അതേസമയം മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മുമ്പാകെ വന്നിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യം, സർക്കാർ ജോലി വേണോ അതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ജോലി വേണോ? ഉം. ഞാൻ ഓപ്റ്റ് ചെയ്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള ഒരു ജോലി ഉം. കിട്ടി. ഉം. ലേബർ വെൽഫെയർ ഓഫീസർ എന്നുള്ളതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ LLB ആയിരുന്നു. Yes. അപ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെയുള്ള ഇത് രീതി പോലെ തന്നെ സ്പിന്നിങ് മില്ലിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പൽ സർവീസിലുള്ള എൻ്റെ ജോലി ഞാൻ രാജിവെച്ചു. സ്പിന്നിങ് മില്ലിൽ വെൽഫെയർ ഓഫീസറായിട്ട് ജോലി ചേർന്നു. സ്പിന്നിങ് മില്ലിൽ ഓഫീസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് 2001 ഉം. UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മറ്റൊരു ലാവണം തേടി പോവുകയായിരുന്നു ഞാൻ ചെയ്തത് സത്യത്തിൽ. അതൊരു ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ കണ്ണൂരിൽ തന്നെയുള്ള ഹാൻഡ്ലൂം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന പേരിലാണ് പിന്നീട് അത് അറിയപ്പെട്ടത്. അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്ക് ഞാൻ ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചു പോയി 2001. ആ സ്ഥാപനത്തിൽ 2006 വരെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ തസ്തികയിലിരുന്നു. ഞാലുട്ട് സാഹിബ് വ്യവസായ വകുപ്പ്. ഞാലുട്ട് സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. 2006 LDF സർക്കാരാണല്ലോ അധികാരത്തിൽ വന്നത്. സ്വാഭാവികമായി 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2007 എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ്. ഒരു ഒരു 1 ലൈൻ ട്രാൻസ്ഫർ ഓർഡറാണ്. അബ്ദുൽ കരീം ഷൈലേരി ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് സ്പെഷ്യൽ ഓഫീസർ ഇൻ ടെക്സ്ഫെഡ്. മറ്റൊരു ഓർഡർ. സ്വാഭാവികമായി ഞാൻ ഓർഡറായിട്ട് തിരുവനന്തപുരത്തുള്ള ടെക്സ്ഫെഡ് ഓഫീസിൽ പോയപ്പോഴാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫീസുണ്ട്, പക്ഷേ ഓഫീസുണ്ട്, ഇങ്ങനെയൊരു പോസ്റ്റ് ഇല്ല. അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ എടുത്തൊരു നിലപാട്, ഇല്ലാത്തൊരു പോസ്റ്റിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ജോയിൻ ചെയ്യിക്കാൻ സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ഇവിടുന്ന് തന്നെ റിലീവ് ചെയ്യുകയും ചെയ്തു, ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പം എൻ്റെ മുമ്പാകെ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. അതായത് ഇയാളെ ജോയിൻ ചെയ്യിക്കണം, ലാസ്റ്റ് ഡ്രോ ചെയ്തിട്ടുള്ള സാലറി അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ടെക്സ്ഫെഡിന് മറ്റ് നിർവാഹങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ അങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോഴും ഈ സർക്കാരിൻ്റെ ഒരു പിടിവാശി മൂലമാണോ എന്നാൽ എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ജോലിയും എനിക്ക് നൽകിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ അതിങ്ങനെ എൻ്റെ മൊറൈലിനെ വല്ലാതെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയ സമയത്ത് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന എളമരം കരീം, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നേരിട്ട് തന്നെ ഞാൻ പോയിട്ട്, വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ട്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ പിന്നീടുണ്ടായി. എന്നെ അവിടെ നിന്ന് കൊല്ലത്തേക്ക് മാറ്റി, അങ്ങനെയുള്ള ചില കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലപ്പുറത്ത് ആദവനാടുള്ള ടെക്സ്ഫെഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് എന്നെ നിയമിക്കുകയാണ് സർക്കാർ. അതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടായിരുന്നു.
സത്യത്തിൽ അത് ഇവിടുത്തെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു സൊസൈറ്റിയാണത്. ഉം. അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകളാണ്. അവിടെ അന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തസ്തികയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. ഉം, ഉം. അപ്പം ഞങ്ങളെ തമ്മിൽ പരസ്പരം തെറ്റിക്കുക എന്നുള്ളൊരു കുതന്ത്രം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉം, ഉം. പിന്നീട് എന്തോ ആവട്ടെ, ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ആ പൂട്ടിക്കിട്ടുന്ന ഒരു മില്ലായിരുന്നു. അത് റൺ ചെയ്യിക്കാനുള്ള നടപടികളിലേക്ക് പോയി. വളരെ ഭംഗിയായിട്ടത് ഫങ്ഷനിങ് ആയ സമയത്താണ് വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഉം. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു മടങ്ങി. പോവുകയുണ്ടായത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് രാഷ്ട്രീയത്തിലും സജീവമായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു ആവുന്ന ആ ഒരു ഒരു സമയത്താണ്. പാർട്ട് ടൈം ആണെന്ന് പറയാം. പൊതുമേഖലാ സ്ഥാപനത്തിൽ അങ്ങനെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ, ടെക്സ്ഫെഡ് പോലുള്ള സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് സംഘടനാ പ്രവർത്തനമുണ്ട്, വേറൊരു ഭാഗത്ത് ഒഫീഷ്യൽ ആയിട്ട് ജോലി ഇങ്ങനെ തുടർന്നു കൊണ്ടുവന്നു. അപ്പോൾ ആ കാലയളവിലാണ് തളിപ്പറമ്പ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, പിന്നീട് ഞാൻ ജനറൽ സെക്രട്ടറി, പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായി. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയുടെ പദവി വരെ ആ കാലത്ത് എത്തുകയുണ്ടായി. പിന്നീട് ഈ വീണ്ടും ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വന്ന സമയത്ത് ആ ജോലിയിൽ സംഘടനയും ഈ ജോലി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അനൗചിത്യം എനിക്ക് സ്വമേധയാ ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പദവി അത് കഴിഞ്ഞിട്ട് ഈ ഉദ്യോഗത്തിൽ തുടരുകയാണ് ഉണ്ടായത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളാണ് അങ്ങേ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അതെ, അതിനുശേഷമാണ് പിന്നെ പൊതുപ്രവർത്തനം മാത്രമായി മാറുന്നത്. ഫുൾ ടൈം ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജില്ലാ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നത് എങ്ങനെയാണ്? അതായത് 2016 ജനുവരി മാസത്തിലാണ് അഭിനന്ദനായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങൾ, പി കുഞ്ഞു മുഹമ്മദ് സാഹിബ് പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യുന്നത്. തങ്ങൾ അതിനു മുമ്പ് സംസാരിച്ചിരുന്നോ? തങ്ങൾ ഇതുമായി ഇങ്ങനെ ബന്ധപ്പെട്ട്? ഇല്ല, അങ്ങനെ ഒരു കണ്ണൂരിൽ അന്നൊരു മുസ്ലിം ലീഗ് പാർട്ടിക്കകത്തുള്ള ഭാരവാഹിത്വത്തിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള അബ്ദുറഹ്മാൻ കല്ലാജി സാഹിബ് ഉൾപ്പെടെ ചില അദ്ദേഹത്തിന് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു പോയി. അപ്പോൾ പിന്നെ ഒരു പുതിയ കമ്മിറ്റി വേണം. ആ പുതിയ കമ്മിറ്റിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ അത് അന്നത്തെ പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കന്മാരൊക്കെയായും അഹമ്മദ് സാഹിബൊക്കെ ആയിട്ടൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാകണം ഏതായാലും എന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് ആ കമ്മിറ്റിയിൽ തങ്ങൾ പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ചു. ഒരു 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 മാനസിക സംഘർഷമായിരുന്നു വല്ലാത്ത. കാരണം ഒരു ഭാഗത്ത് ജോലിയുണ്ട്, തങ്ങൾ പ്രഖ്യാപിച്ച ഒരു പദവി എങ്ങനെയാണ് ഒഴിയുക? ഉം. അത് തങ്ങളോട് കാണിക്കുന്ന അനാദരവാണ്, പാർട്ടിയോട് കാണിക്കുന്ന ഒരു അനാദരവാണ് എന്നുള്ളൊരു വലിയ ഒരു ഒരു ബോധ്യവും അതിനനുസരിച്ചുള്ളൊരു സംഘർഷവും മനസ്സിനകത്തുണ്ടായിരുന്നു. അപ്പോഴാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഉം, ഉം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതൊരു പൊളിറ്റിക്കലായിട്ട് മുസ്ലിം ലീഗ് പാർട്ടിക്ക് തന്നെ ഡാമേജ് ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഉം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജോലി രാജിവെച്ച് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അന്നത്തെ കാലയളവിൽ എനിക്ക് തോന്നുന്നൊരു 5-6 വർഷം എനിക്ക് സർവീസ് ബാക്കിയുള്ള ബാക്കിയുണ്ടായിരുന്നു. സമയത്താണ് ഉം. സർക്കാർ ജോലി രാജിവെച്ചിട്ട് പാർട്ടിയുടെ സമയ പ്രവർത്തകനായിട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി ഞാൻ തുടർന്നു കൊണ്ടുവരുന്നത്. അബ്ദുൽ കരീം ചേലേരിയെ ഒരു മുഴുസമയ രാഷ്ട്രീയക്കാരനാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഹൈദരലി ശിഹാബ് തങ്ങൾ വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും തങ്ങളങ്ങനെ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമായിരുന്നു. ഉം. പക്ഷേ തങ്ങൾ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി നമുക്ക് ഉള്ളൊരു ഉത്തരവാദിത്വം കൂടുകയാണ്. എന്തെങ്കിലും കാണാതെ തങ്ങളങ്ങനെ പ്രഖ്യാപിക്കില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഉം. അങ്ങനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം അത് നിരാകരിക്കാനും പറ്റില്ല. അതെ. അപ്പോൾ എന്നെ മുമ്പാകെ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവ്, പ്രഖ്യാപനം അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. Yes. മറ്റെന്തിനേക്കാളുപരി ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു, വിലമതിച്ചു. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ആലോചിക്കാതെ സർക്കാർ ജോലി രാജിവെക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് കരീം ഖാൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂടെയാണ്.
പ്രത്യേകിച്ചും CH സെൻറ്റർ. CH സെൻറ്ററിൻ്റെ പിന്നെ ഒരു സജീവ പ്രവർത്തകനായിട്ടും അതിൻ്റെ നേതൃസ്ഥാനത്തും ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് CH സെൻറ്ററിൻ്റെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ തന്നെയാണ് CH സെൻറ്റർ എന്നുള്ളൊരു ആശയം ഞങ്ങളുടെ ജില്ലയിൽ ഉടലെടുക്കുന്നത്. 2010 യെസ്. അതായത് കോഴിക്കോട് CH സെൻറ്റർ ഉണ്ട്, തിരുവനന്തപുരത്ത് CH സെൻറ്റർ ഉണ്ട്. ഈ CH സെൻറ്ററുകളെയൊക്കെ പോലെ എന്തുകൊണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച്, തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച്, പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരു CH സെൻറ്റർ രൂപീകരിച്ചുകൂടാ എന്ന് പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ചിന്ത വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് അഭിനന്ദനായിട്ടുള്ള KV മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അദ്ദേഹം മുൻകൈയെടുത്ത് ഞങ്ങളുടെ എല്ലാം താല്പര്യത്തോടു കൂടി തളിപ്പറമ്പ് CH സെൻറ്റർ എന്ന പേരിൽ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരു CH സെൻറ്റർ 2010 ഉണ്ടാക്കി. ഉം. അപ്പോൾ 2010 ആ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ KV മുഹമ്മദ് കുഞ്ഞി സാഹിബ് പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയാണ് വന്നത്. അൽഹംദുലില്ലാ കഴിഞ്ഞ 15 വർഷമായിട്ട് KV മരണപ്പെട്ടു പോയി. എങ്കിൽ പോലും ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ CH സെൻറ്ററിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളത്. അത് എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള എനിക്ക് ഉള്ള ഒരു അനുഭവം വെച്ചിട്ട് CH സെൻറ്ററും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തളിപ്പറമ്പ് CH സെൻറ്ററിൻ്റെ നിലവിലുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ്? തളിപ്പറമ്പ് CH സെൻറ്റർ ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കൂട്ടായ്മയായിരിക്കും എന്നുള്ളതാണ്. 1000-ഓളം ലൈഫ് മെമ്പർമാരുണ്ട് അതിന്. ഉം. നേരത്തെ അത് ഒരു 96 സെൻറ്റ് സ്ഥലത്ത് ഒരു 2 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം 30,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ. അതിൻ്റെ സ്ഥലപരിമിതി മൂലം ഇപ്പം ഞങ്ങൾ ഒരു നില കൂടി പണിയുകയാണ്. അപ്പം അവിടെ ഇപ്പം 28 ഡയാലിസിസ് മെഷീനുകളുണ്ട്. ഒരു ദിവസം 56 ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മയ്യത്ത് പരിപാലന കേന്ദ്രമുണ്ട്, വോളണ്ടിയർ വിങ് ഉണ്ട്, സൗജന്യ ഭക്ഷണ വിതരണം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ആംബുലൻസുകളുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായിട്ടുള്ള ചില പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായിരുന്ന സമയത്ത് കേരളത്തിൽ CH സെൻറ്ററുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പം പ്രധാനമായും 3-4 മേഖലകൾ തങ്ങളന്ന് നിർദ്ദേശിച്ചു. ഒന്ന് ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. മറ്റൊന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ചികിത്സ, വിദ്യാഭ്യാസം, പുനരധിവാസം ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ PTH പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് യെസ്. അന്ന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ണൂർ ജില്ലയിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ചികിത്സ, വിദ്യാഭ്യാസത്തിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ തളിപ്പറമ്പ് CH സെൻറ്റർ ഏറ്റെടുത്തു കൊള്ളാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അവിടെ വളരെ നൂതനമായിട്ടുള്ള എല്ലാ ടെക്നോളജികളോടും കൂടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് CHMRI അഥവാ ഉം. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഞങ്ങളൊരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ കീഴിൽ അതേ പേരിൽ CHMRI ഡിസേബിൾഡ് സ്കൂൾ എന്നുള്ള രൂപത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം കണ്ണൂർ ജില്ലയിൽ ഗവൺമെൻറ് അപ്രൂവലായി ട്ടുള്ള ഏക റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CH സെൻറ്ററിൻ്റെ കീഴിലുള്ള CHMRI ഓ, എന്നുള്ളതാണ്. അത് ശരി. അൽഹംദുലില്ലാ. എനിക്ക് തോന്നുന്നത് ഈ തളിപ്പറമ്പ് CH സെൻറ്റർ അത് റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നോ? അല്ല അങ്ങനെയല്ല അത് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഒരു 15 എല്ലാ CH സെൻറ്ററുകളിലും ഭാവി അതെ, എല്ലാ കാലത്തും ജനങ്ങളിൽ നിന്ന് സംഭാവന അതാണ്. പിരിച്ചിട്ട് മാത്രം പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഞങ്ങളൊരു ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം, ഉം. ഡോർമെറ്ററി സംവിധാനങ്ങളൊക്കെ, അതായത് ഈ റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പ്രയാസപ്പെട്ടിട്ടാണ് പല ആളുകളും മൈസൂരിലൊക്കെ പോയിട്ടാണ് താമസിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നത് കുട്ടികളെ, അല്ലെങ്കിൽ ചികിത്സിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു 5 നില കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത് ഏകദേശം പ്ലാസ്റ്ററിംഗ് ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ഘട്ടം പിന്നിടുന്ന സമയത്താണ് മറ്റൊരാശയം കണ്ണൂരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതായത് ഈ പക്ഷാഘാതം പിടിപെട്ട് നട്ടെല്ലിന് ക്ഷതമേറ്റിട്ട നൂറുകണക്കിന് വരുന്ന രോഗികളാണ് ഇപ്പം പ്രയാസം അനുഭവിക്കുന്നത്. ഉം. അവർക്ക് വേണ്ടത്ര പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ
ഒരു പരിധിവരെ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഉം. അങ്ങനെ ഇപ്പോൾ തണൽ പോലുള്ള സ്ഥാപനങ്ങൾ കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ നൂറുകണക്കിന് രോഗികളാണ് ചികിത്സയ്ക്ക് വേണ്ടിക്ക് തെറാപ്പിക്ക് വേണ്ടിയൊക്കെ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് CH സെൻ്ററിൻ്റെ കീഴിൽ അത്തരം ഒരു ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരാശയം ഞങ്ങളുടെ മനസ്സിൽ വരികയും അൽഹംദുലില്ലാ അതിനു വേണ്ടിയിട്ടുള്ള പണി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിലവിലുള്ള CH സെൻ്ററിൻ്റെ കെട്ടിടത്തിന് മുകളിൽ വീണ്ടും ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. കരീംക്കയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നെ ഭാഗമായിട്ട് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി ദുബായ് KMCCയുടെ KVയുടെ പേരിലുള്ള അവാർഡ്. അതെ അതെ ഈ അവാർഡ് തുക എനിക്ക് തോന്നുന്നു 25,000 രൂപയോ മറ്റോ ആണ്. Yes, yes. കരീംക്ക് കൊടുത്തത് ഒരു PM മുസ്തഫ പുൽപ്പള്ളിയിലുള്ള PM മുസ്തഫ എന്ന വ്യക്തിക്കാണ്. അതെ അദ്ദേഹത്തിന് സിവിൽ സർവീസ് പഠനത്തിന് വേണ്ടിയിട്ട്. അതെ PM മുസ്തഫയും കരീംക്കയും തമ്മിലുള്ള ബന്ധം അത് എന്താണ്? അല്ലെങ്കിൽ നേരത്തെ പരിചയമുള്ളായിരുന്ന ആളായിരുന്നോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഒന്ന് CH സെൻ്ററിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അന്നും ഇന്നും അതിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടണം, എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള ഒരു നേട്ടം കിട്ടണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തിയോടുകൂടി കാണുന്നൊരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ 2010 മുതൽ, അതാണ് തളിപ്പറമ്പ് CH സെൻ്റർ രൂപീകൃതമായ വർഷം. ഈ 15 വർഷ കാലയളവിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം CH സെൻ്ററിനെ കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു ദിവസവും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകൾ വിളിക്കുന്നു ഡയാലിസിസിന് വേണ്ടിയിട്ട്, മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി. അപ്പം അവർക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക. അതൊന്നും അല്ലാത്ത അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, മറ്റുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് ഇടപഴകുമ്പോഴാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ആ സംതൃപ്തിയാണ് ഈ മറ്റെന്ത് ഫിനാൻഷ്യൽ നേട്ടങ്ങളെക്കാളും വലുതായിട്ട് ഞാൻ കണ്ടതും കാണുന്നതും. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ CH സെൻ്ററിൻ്റെ ദുബായ് ചാപ്റ്റർ KV മുഹമ്മദ് കുഞ്ഞി സാഹിബിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ജീവകാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാര അവാർഡ് എനിക്ക് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് കണ്ണൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബാണ് നൽകിയത്. അപ്പം ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് ഈ നിങ്ങളീ പറഞ്ഞ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ, മുസ്തഫ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ വന്നൊരു ചെറുപ്പക്കാരനാണ്. യാദൃശ്ചികമായി ഞാൻ അദ്ദേഹത്തെ എവിടെയോ വെച്ച് പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മതിയായിട്ടുള്ള ശമ്പളം നൽകാതെ ആ ഷോപ്പ് ഉടമ അദ്ദേഹത്തെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി വേണമെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ ഒരു അൺഎയ്ഡഡ് സ്കൂള് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാനതിൻ്റെ മാനേജർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത് തൽക്കാലം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമാണ്. അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് താല്പര്യമുണ്ട്. അതിന് വലിയ ട്യൂഷൻ ഫീസൊക്കെ വേണം. എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. അപ്പം ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. കിട്ടിയ അവാർഡ് തുക മുസ്തഫയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഞാനതൊരു പിന്നെ എന്താ പറയുക, ഒരു സസ്പെൻസാക്കി നിർത്തിയിട്ട് മുസ്തഫയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു അവാർഡുണ്ട്, മുസ്തഫ ഒന്ന് കണ്ണൂരിലേക്ക് വരണം എന്ന് പറഞ്ഞു. മുസ്തഫ നേരത്തെ വരികയും ചെയ്തു. ബഷീർ സാഹിബ് അവാർഡ് നൽകിയ ഉടനെ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഞാൻ ഈ ആഗ്രഹം ബഷീർക്കയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അപ്പം ഈ സദസ്സിൽ വെച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മോനെ കൊടുക്കാലോ, ബഷീർക്കാരൻ്റെ ശൈലി അങ്ങനെയാണല്ലോ, അതിനാ മോനെ കൊടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മുസ്തഫയെ സ്റ്റേജിലേക്ക് ആ വേദിയിൽ നിന്ന് തന്നെ കൊടുത്തു. ആ വേദിയിൽ നിന്ന് വെച്ച് കൊടുക്കാനുണ്ടായത്. ഞാൻ ഈ 2 ദിവസം മുമ്പ് പിന്നെ ഒരു തമാശ കരീം ഖാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. അതായത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുടുംബകാര്യങ്ങളൂടെ പറയണല്ലോ. അതായത് ഭാര്യയുടെ പേര് അറിയാതെ കല്യാണക്കത്ത് കൊടുത്തിരുന്നത് സാഹിറ എന്നാണ് ഭാര്യയുടെ പേര്. അതെ. പക്ഷേ കല്യാണത്തിന് കരീം ആളുകളെ ക്ഷണിച്ചത് സാബിറ എന്ന് എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട്. അതെ 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 അതെ
അപ്പോൾ സ്വന്തം ഭാര്യയുടെ പേര് എങ്ങനെയാണ് മാറിപ്പോയത്? അത് അത് ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്താണ് വിവാഹാലോചന വരുന്നത്, കല്യാണം കഴിക്കുന്നതും. ഉം, അപ്പം നമ്മുടെ നാട്ടിൽ ഈ സാധാരണ കല്യാണക്കുറി അടിച്ചിട്ട് കല്യാണത്തിന് വിളിക്കാറില്ല. ഉം, ഉം, നമ്മുടെ നാട്ടുകാർ നേരിട്ട് പോയി ക്ഷണിക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റില്ലല്ലോ. കാരണം കുറേ സുഹൃത്തുക്കളുണ്ട്, കോളേജ് പഠിക്കുന്ന കുട്ടികൾ, ലോ കോളേജിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ MSFൻ്റെ ഫീൽഡിൽ. അപ്പോൾ അവർക്കെല്ലാം കത്തയക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ പരിമിതമായിട്ടുള്ള സംവിധാനത്തിൽ വെച്ചിട്ട് ഒരു സ്ക്രീൻ പ്രിൻറ്റിൽ ചെയ്തതാണത്. ഉം. പക്ഷെ പേരെങ്ങനെയാണ് മാറിയതെന്ന് ചോദിച്ചാൽ, ഈ എന്നടുത്ത് പറഞ്ഞത് വൈഫിൻ്റെ പേര് സാബിറ എന്നാ. അങ്ങനെയാണ് ഞാനത് പ്രിൻ്റ് ചെയ്തത്. പിന്നെയാണ് ഞാൻ അറിയുന്നത് സാബിറയല്ല സാഹിറയാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയപ്പോൾ വൈഫ് അത് വായിച്ചിട്ട് ഞാനതിൽ പറഞ്ഞു എനിക്ക് പേരറിയാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ സാബിറ എന്ന് പറഞ്ഞതെന്നാണ്. പക്ഷേ വൈഫ് അത് തിരുത്തി പറഞ്ഞത് നിങ്ങൾക്ക് പേരറിയാത്തത് കൊണ്ടല്ല, അവളുടെ കാരണവർ ആ, നിങ്ങളോട് എൻ്റെ പേര് സാബിറ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ആ പേര് അവർക്ക് തെറ്റിയതാണ്. അവർക്ക് തെറ്റിയത്. പ്രായമുള്ള ആളായിരിക്കുമല്ലോ, അവർക്ക് ചിലപ്പോൾ സാഹിറിയും സാബിറയും പരസ്പരം മാറിപ്പോയിട്ടുണ്ടാവും. അതായിരിക്കും എൻ്റെ കാരണം. മക്കളുടെയൊക്കെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? എനിക്ക് 3 മക്കളാണ്. മൂത്ത 2 പെൺകുട്ടികളാണ്, ഇളയത് മോനാണ്. ഉം, മൂത്ത 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. 2 പേരും മോശമില്ലാത്ത ഒരു ജോലി ചെയ്യുന്നു അവരുടെ ഭർത്താക്കന്മാർ. മകൻ ഇപ്പം ME കോളേജിൽ നിന്ന് സിവിൽ ബിടെക് കഴിഞ്ഞു. അൽഹംദുലില്ലാ അവന് അബുദാബിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ കരീംക്കയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കരീം ഖാൻ്റെ എല്ലാവരുമായിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ചും മത സംഘടനകളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഇതര മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, കണ്ണൂർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ബന്ധം, ക്രിസ്മസിന് പിന്നെ അങ്ങയെ ക്ഷണിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു സ്നേഹം, ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് രമ്യതയിലും സഹവർത്തിത്വത്തിലും പ്രവർത്തിക്കുന്നത് അനുപേക്ഷണീയമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ഒരു ജീവിത ആവയത്തിലാണ് കരുപിടിപ്പിക്കപ്പെട്ടത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പിറകിൽ താമസിക്കുന്നത് ഹരിജൻ കുടുംബങ്ങളൊക്കെയാണ്. അവരൊക്കെ വീട്ടിൽ നിത്യമായിട്ട് വരുമായിരുന്നു. അവരുടെ കുട്ടികളും ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ജാതി മത ചിന്തകൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധത്തിൽ ഇടകലർന്ന് ജീവിച്ചിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം. അത് സ്വാഭാവികമായിട്ടും സ്കൂൾ പഠനകാലത്തും കോളേജ് പഠനകാലത്തും എൻ്റെ അടുത്ത കൂട്ടുകാരായിട്ടുള്ളവരിൽ പലരും അടുത്ത സുഹൃത്തുക്കളൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധം ഇങ്ങനെ വളർന്നു വളർന്നു വന്നു. പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ എല്ലാ വിഭാഗം ആളുകളുമായിട്ടും ഒരുമിച്ച് ഇടകലർന്ന് പ്രവർത്തിക്കാനും സഹവർത്തിത്വത്തിൽ കഴിയാനൊക്കെ കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും അതിനുശേഷം പ്രസിഡന്റ് എന്ന നിലയിലും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഇടമുണ്ടല്ലോ. എല്ലാവരും പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ. അപ്പോൾ സാമുദായിക സംഘടനകൾ എന്നുള്ള നിലയിൽ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ തന്നെ അവാന്തര വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു പൊതു രീതി എന്നുള്ള നിലയിൽ അങ്ങനെ എല്ലാവരോടും സൗമ്യതയിലും സ്നേഹത്തിലും കഴിയുക എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു പൊതു രീതി. നമ്മൾ മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. തീർച്ചയായും. അപ്പം കണ്ണൂർ പിന്നെ ബിഷപ്പ് അലക്സ് വടക്കുംതല പിതാവ് അതുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അവിടുത്തെ ബിഷപ്പ് ഹൗസിലെ പല പരിപാടികൾക്കും ക്ഷണിക്കപ്പെടാറുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തളാപ്പിൽ കണ്ണൂർ തളാപ്പിലെ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രമുണ്ട്. അവിടെ ഈ സ്വാമിമാരായിട്ടുള്ള ആളുകൾ ശബരിമലക്കൊക്കെ പോകുമ്പോൾ ഇടത്താവളം ആയിട്ട് അവിടെ അവർ അന്നദാന പരിപാടികളൊക്കെ ഒരുക്കാറുണ്ട്. അതിൽ ക്ഷണിക്കാറുണ്ട്. ഞാൻ ഒന്നിലേറെ തവണ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും രമ്യതയിൽ കഴിഞ്ഞു പോവുക. അത് വർത്തമാനകാല കേരളത്തിൽ അത് വളരെ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കരീംക്കയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങളുടെ ഈ പ്രൊഫഷണലിസമാണ്. അതായത് ജീവിതത്തിൽ ചിട്ട. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പിന്നെ അങ്ങനെയുള്ള എന്താണ് ജീവിതത്തിൽ ഈ ചിട്ട വരുന്നത് ശരിക്കും എങ്ങനെയാണ്? ചെറുപ്പത്തിലെ ശീലിച്ചതാണോ? ചെറുപ്പത്തിൽ ശീലിച്ചതാണ്. എനിക്കൊരു പിന്നെ എനിക്ക് തോന്നി ഞാൻ ചിലത് മാതൃകയാക്കിയത് കൃത്യമായിട്ടൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു തവണ തിരുവനന്തപുരത്ത് പോയപ്പോൾ
എൻ്റെ ഒരു ബന്ധു കൂടിയായിട്ടുള്ള IAS ഓഫീസർ. ഉം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഓഫീസിൽ പോയപ്പോൾ എന്തൊരാവശ്യത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു 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 രീതി ഞാൻ കണ്ടു. അദ്ദേഹം വീട്ടിൽ നിന്നൊരു കുറിപ്പ് എഴുതി കൊണ്ടുവരികയാണ്. ഉം. അതിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാളെ വിളിക്കുന്നു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അത് ടിക്ക് ചെയ്യുന്നു, അവിടെ തീർന്നു. അയാളുടെ അതിങ്ങനെ പടിപടിയായിട്ട് അപ്പം ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. രാവിലെ ഒരു ദിവസം ആരംഭിക്കും, സുബഹിനിസ്കാരം കഴിഞ്ഞ് പിന്നീട് അന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ച് അത് പടിപടിയായിട്ട് ചെയ്ത് പോകുന്ന ഒരു രീതി. അത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് പരമാവധി പ്രൊഫഷണൽ ആയിട്ട് നടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് CH സെൻറ്റർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനം, ഈവൻ ലീഗ് പൊളിറ്റിക്സിൽ പോലും ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ബാഫക്കി തങ്ങൾ സൗദത്തിൻ്റെ നവീകരണം ഏറ്റെടുത്തതെന്നാണ്. പഴയ ഓഫീസ് അഹമ്മദ് സാഹിബ് 1984 ഉണ്ടാക്കിയതായിരുന്നു. അത് കാലക്രമേണ അത് ശോചനീയാവസ്ഥയിലായപ്പോൾ പിന്നീട് ഞങ്ങളുടെ ഒരു ഡ്രീമായിരുന്നു അത് പുതുക്കി പണിയാൻ. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയിൽ ആ ഓഫീസ് പുതുക്കി കൊണ്ടു. അപ്പം ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, ഇനി ജീവകാരുണ്യ രംഗത്താകട്ടെ, ഇനി പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളിലാകട്ടെ, ഏത് തലത്തിലും ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ അഭിമാനമാണ്. ഞാൻ പാലക്കാട്ടുകാരനാണ്. കാരണം ഇത്രയും ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള പ്രവർത്തകർ, അതായത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി പാർട്ടിയെ സ്വീകരിച്ച ആളുകൾ കണ്ണൂരിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ സത്യത്തിൽ ജില്ലാ കമ്മിറ്റിയെ മുന്നോട്ട് നയിക്കുന്നതിലൊരു ധൈര്യമായിട്ട് കൂടെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും കണ്ണൂരിലെ ലീഗ് പ്രവർത്തകന്മാർക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി സംഘടനാബലം കൊണ്ടും കർമ്മശേഷി കൊണ്ടും എല്ലാം അവർ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. മലപ്പുറം കഴിഞ്ഞാൽ ആൾബലം കൊണ്ട് കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂരിൽ തന്നെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും അർപ്പണബോധവും പാർട്ടി പ്രവർത്തകന്മാർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഇപ്പം പ്രവർത്തിക്കുന്ന കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ. പ്രത്യേകിച്ച് എല്ലാ ഭീഷണികളെയും പ്രതിസന്ധികളെയും CPMൻ്റെ എല്ലാ ആക്രമണങ്ങളെയും നേരിട്ട് കൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് 1970 കാലത്ത് മാടായി കലാപം ഉണ്ടായ സമയത്ത് എട്ടിക്കുളത്ത് വെച്ച് മരണപ്പെട്ടിട്ടുള്ള ഒരു പള്ളിമുക്രിയുണ്ട്. അതുപോലെ തന്നെ വളപട്ടണത്തെ ഒരു മഹ്മൂദ് ഉണ്ട്. അതിനുശേഷം ഞങ്ങളുടെയൊക്കെ അറിവിൽ കാലയളവിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള, കൊല ചെയ്യപ്പെട്ടിട്ടുള്ള എടക്കാട്ടുള്ള ഷാദുലിയുണ്ട്. അതിനുശേഷം പട്ടുവത്ത് അൻവർ, അതുപോലെ അരിയിൽ അബ്ദുൽ ഷുക്കൂർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുല്ലൂക്കരയിലെ മൻസൂർ, അങ്ങനെ ഒരുപാട് പ്രവർത്തകന്മാർ. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മറ്റ് ജില്ലകളിലൊന്നും ഇത്ര അധികം ചെറുപ്പക്കാർ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് ഈ പാർട്ടിയോട് അവർ കാണിക്കുന്ന വലിയ ഒരു താല്പര്യം കൊണ്ടാണ്. അപ്പോൾ എന്ത് ഭീഷണി ഉണ്ടായാലും ഇവിടെ ഒന്നും ലീഗ് ഇപ്പം നശിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര ഭീഷണികളും CPMൻ്റെ ആക്രമണങ്ങളുണ്ടായ ഒരിടത്ത് പോലും പാർട്ടി നശിച്ചു പോയിട്ടില്ല. പൂർവാധിക ശക്തിയോടുകൂടി സംഘടനാ രംഗത്ത് ഊർജ്ജസ്വലമായി അവർ നിൽക്കുന്നു. അതാണ് നമ്മുടെ ജില്ലയിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു കരുത്ത്, അർപ്പണബോധമുള്ള ഒരു തലമുറയും പ്രവർത്തകന്മാരും. അതായത് എത്രത്തോളം ഭീഷണി ഉണ്ടാകുമ്പോഴും പാർട്ടി ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് കണ്ണൂരിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. തീർച്ചയായും. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി. അതെ. അതായത് പാർട്ടിയുടെ ശക്തി, മുസ്ലിം ലീഗിൻ്റെ ഒരു കരുത്ത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. എങ്ങനെയാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഈ സർക്കാരിൻ്റെ സമയം കഴിയാൻ പോകുന്നു, UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്, കേരളത്തിലെ ജനം മുഴുവൻ. അപ്പോൾ കണ്ണൂരിൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും UDFൻ്റെ പ്രതീക്ഷകളും എങ്ങനെയാണ് കാണുന്നത്? തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDFിൽ പ്രബലമായിട്ടുള്ള 2 കക്ഷികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ നേട്ടങ്ങളുണ്ടായി. അതിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വളരെ ശ്രദ്ധേയമാണ്.
ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു വർഷം മുന്നേ തന്നെ തദ്ദേശീയം എന്ന പേരിൽ ഉം. ഒരു നിരന്തരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡീലിമിറ്റേഷൻ സമയത്ത്, വോട്ട് ചേർക്കൽ സമയത്ത്, അത് കഴിഞ്ഞിട്ട് ഉള്ള ഓരോ ഘട്ടങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ. അതിൻ്റെ ഫലമായിട്ട് ഒരു ലക്ഷ്യം മിഷൻ 250 എന്ന പേരിലാണ് ഞങ്ങളത് പ്രഖ്യാപിച്ചത്. അതായത് 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മുസ്ലിം ലീഗിന് ആകെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളാണ് 212 ആണ്. അത് 250 ആക്കുക എന്നുള്ള ഒരു ഉം. ലക്ഷ്യത്തോടുകൂടി മിഷൻ 250 എന്ന പേരിലാണ് ഞങ്ങളത് അനൗൺസ് ചെയ്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ടാർഗറ്റ് കൂടി കടന്നിട്ട് 262 ജനപ്രതിനിധികളെ ജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള വിജയം. പ്രതീക്ഷകൾക്കപ്പുറം. എല്ലാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഞങ്ങൾ മെച്ചപ്പെട്ടിട്ട് റിസൾട്ട് ഉണ്ടാക്കി. ജില്ലാ പഞ്ചായത്തിൽ 2 ആളുണ്ടായത് 3 ആയി ജയിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എണ്ണം 2020 5 ആയിരുന്നു. അതിപ്പോൾ 9 ആണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിൽ UDFൻ്റെ കൈകളിലുള്ള ഏക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗിനാണ്. UDF ജയിച്ചിട്ടുള്ള 3 മുനിസിപ്പാലിറ്റികൾ, ആകെ 8 മുനിസിപ്പാലിറ്റികളിൽ 3 UDF ജയിച്ചത്. അതിൽ 2 ചെയർമാൻ പദവി മുസ്ലിം ലീഗിനാണ്, 1 വൈസ് ചെയർമാൻ പദവി മുസ്ലിം ലീഗിനാണ്. കണ്ണൂർ കേരളത്തിലെ ആകെയുള്ള ഒരു കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഡെപ്യൂട്ടി മേയറുള്ളത് കണ്ണൂരിലാണ്. അപ്പോൾ ഈ വലിയ ഒരു വിജയം, അത് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ ആർജിച്ചെടുത്തിട്ടുള്ള വിജയമാണ്. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ ഈ വിജയം UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വലിയ വിജയം വിസ്മയങ്ങളുണ്ടാവും. വിസ്മയങ്ങളുണ്ടാകും തീർച്ചയായും. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ MSF ആയാലും യൂത്ത് ലീഗ് ആയാലും എല്ലാം വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മിറ്റി. ജില്ലാ കമ്മിറ്റി വന്നത് കണ്ണൂരിലാണ്. തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് കരീം ഖാൻ്റെ സഹപ്രവർത്തകരുടെ പിന്തുണ, അതുപോലെ തന്നെ യൂത്ത് ലീഗുകാരും MSFകാരും ഒക്കെ എത്രത്തോളം സംഘടനയെ ചലിപ്പിക്കാൻ കൂടെയുണ്ട്? ജില്ലയിലെ എല്ലാ പോഷക സംഘടനകളും ലീഗ് കമ്മിറ്റിയുമായി, ജില്ലാ ലീഗ് നേതൃത്വമായിട്ട് വളരെ രമ്യതയിലും സൗഹാർദ്ദത്തിലും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ലീഗിന് തന്നെ ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വനിതാ ലീഗായാലും അതുപോലെ തന്നെ MSF ആയാലും യൂത്ത് ലീഗായാലും. യൂത്ത് ലീഗിൻ്റെ പുതിയ ജില്ലാ കമ്മിറ്റി വന്നിരിക്കുന്നു. തീർച്ചയായും പരിണിതപ്രജ്ഞരായിട്ടുള്ള, വിദ്യാർത്ഥി സംഘടനാ രംഗത്തൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള, നല്ല ഭാവനാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യൂത്ത് ലീഗിൻ്റെ പുതിയ കമ്മിറ്റിയും ജില്ലാ MSFൻ്റെ കമ്മിറ്റിയും ഒക്കെ സംഘടനാ രംഗത്ത് മുസ്ലിം ലീഗിന് വലിയ മുതൽക്കൂട്ടാണ്. ഞങ്ങളെല്ലാം ഇത് നിലവിൽ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാവട്ടെ, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സഹദുള്ള ആവട്ടെ, അതുപോലെ തന്നെ ട്രഷറർ മഹമ്മൂദ് കടവത്തൂരാകട്ടെ, എല്ലാവരും MSFിൽ പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് എന്താണ് ഒരു MSFകാരൻ്റെ ഭാവന, എന്താണ് MSFകാരൻ്റെ ഒരു രീതി, ശൈലി എന്നതിനെക്കുറിച്ച് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് തീർച്ചയായും ജില്ലയിൽ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കൂടുതൽ കരുത്തും കൂടുതൽ അവസരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കരീം ഖാക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ. അവസാനിച്ചു. താങ്ക് യു.